أعوذ بالله من الشيطان الرجيم قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമായ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കി നൽകിയിട്ടുള്ള കാരുണ്യത്തിൻ്റെ സന്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചും പകർത്തിയും ക്രമീകരിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഇസ്സത്തുള്ള ഇസ്ലാമിൻ്റെ നല്ല ജീവിതത്തിലൂടെ ഒരു നല്ല മരണവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയിൽ വന്നവരൊക്കെ സദസ്സ് മുഴുവനാക്കിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഒരു അവധി ദിവസമായതുകൊണ്ട് കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാൻ പിന്നിൽ ചാരിയിരിക്കുന്നത് അനിവാര്യമാണെങ്കിൽ മാത്രമല്ലാത്തവരൊക്കെ മുൻപിലേക്ക് കയറി വന്നിരിക്കുക. കസേരകൾ അതിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ധന്യമാക്കുക. മുഴുവൻ ആദ്യത്തെ സൊഫുകൾ പൂർണ്ണമായി അടുത്ത സൊഫുകൾ പൂർത്തിയാക്കി ഖുതുബ കേൾക്കണം, ശ്രദ്ധിക്കണം എന്ന മനസ്സോടെ എങ്ങനെയെങ്കിലും ഉറങ്ങിത്തീർത്ത് എങ്ങനെയെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചാണ് പോയാൽ മതി എന്നത് വിട്ട് ഓരോ ജുമുഅകളും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണം, പഠിക്കണമെന്ന് ബോധ്യത്തോടെയും താല്പര്യത്തോടെയും ആവേണ്ട നമ്മൾ പങ്കെടുക്കേണ്ടത്. ആ വാതിലിൻ്റെ ഭാഗത്തുള്ള ആളുകൾ അത് തുറക്കുന്നവർ അവർക്ക് പ്രയാസമാകാതിരിക്കാൻ അവിടെ നിന്നൊക്കെ ഇപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് സഹകരിക്കുക. ഏതൊരു പള്ളിയിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യവും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ ഇരിക്കുന്ന സ്ഥലം, ഞാൻ കയറിപ്പോകുന്ന സ്ഥലം. അവിടെ വരുന്ന നമസ്കാരക്കാർക്കും എൻ്റെ മുൻപിലുള്ളവർക്കും എൻ്റെ പിന്നിലുള്ളവർക്കും ഏതെങ്കിലും നിലക്കുള്ളൊരു പ്രയാസമുണ്ടാവുമോ? അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഖുതുബയിൽ എൻ്റെ ഈ ഇരുത്തം, എൻ്റെ ഈ ഗോഷ്ഠികൾ, എൻ്റെ ഈ കാട്ടിക്കൂട്ടലുകൾ ഒരു ഖതീബിന് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടോ എന്നതൊക്കെ ഒരു സ്വമേധയാ ബോധ്യത്തോടെയാവണം ഏതൊരു പള്ളിയിലും നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ നസീഹത്തോടെ ഗുണകാംക്ഷയോടെ സമീപിക്കാനും അതിനെ സ്നേഹിക്കാനും മതനിയമങ്ങൾ പാലിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകളുടെ കൂടെ മരുഭൂമിയിലൂടെ ഒരു യാത്ര ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു. യാത്ര തുടങ്ങി ഒരല്പസമയം കഴിഞ്ഞപ്പോൾ വിജനമായ മരുഭൂപ്രദേശത്ത് എത്തിയപ്പോൾ ഒരു ചെവി നഷ്ടപ്പെട്ട് ചെവി കീറിപ്പൊളിഞ്ഞ് മൃത ശരീരമായി ചത്ത് കിടക്കുന്ന ചെറിയ ഒരു ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുന്ന ആടിനെ കണ്ടപ്പോൾ നബി അവിടെ എല്ലാവരോടും നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഞാനൊരു ദിർഹമിന് വിലയിട്ടാൽ, ഒരു ദിർഹമിന് വിലയിട്ടാൽ നിങ്ങൾ ഈ ആടിനെ വേടിക്കാൻ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് നേരെ ഇങ്ങനെ ആടിനടുത്തേക്ക് ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നബിയെ അത് എന്തായാലും ഞമ്മക്ക് വേണ്ടട്ടോ, കാരണം ജീവൻ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അതിനെ വേടിക്കൂല. അതിന്റെ ചെവിക്ക് കേടുണ്ട്, ചെവിക്കൊരു അഭംഗിയുണ്ട്, വിരൂപതയുണ്ട്, പിന്നെ പുറമെ അത് ചത്ത് കിടക്കുന്ന ഒരാടാണ്, നമുക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാൽ പോലും അത് ഞങ്ങൾക്ക് താല്പര്യമില്ല നബി. അപ്പോൾ ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, എങ്കിൽ നിങ്ങൾ ഈ ഒരു ചത്ത് കിടക്കുന്ന ചെവി നഷ്ടപ്പെട്ട ആടിനെ കണ്ടപ്പോ പറഞ്ഞ വാക്കെന്താണ്? അത്ര നിസ്സാരമായിട്ടാണ് നിങ്ങൾ ഈ ആടിനെ കാണുന്നതെങ്കിൽ ഫവല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ദുനിയാവെന്ന് പറയുന്നത് അല്ലാഹുവിന് ഈ ആടിനേക്കാൾ നിസ്സാരമാണ്. നമ്മൾ വലുതായി കാണുന്ന, നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളായി ചിന്തിക്കുന്ന ഈ ദുനിയാവില്ലേ, ഈ ചത്ത് കിടക്കുന്ന ആടിനേക്കാൾ നിസ്സാരമായിട്ടാണ് അല്ലാഹു ദുനിയാവിനെ കാണുന്നുള്ളൂ. നമ്മളും അങ്ങനെ കണ്ടാ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയാണ്, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ, ഈ ദുനിയാവെന്ന് പറയുന്ന ഈ ലോകമുണ്ടല്ലോ, ആടിത്തിമർക്കുന്ന പാടിത്തിമർക്കുന്ന ആഘോഷരാവുകൾ നിറയുന്ന
വിനോദങ്ങളും ആഭാസങ്ങളും പൊങ്ങച്ചങ്ങളും പരസ്പരം പെരുമ നടിക്കലുകളും ആൾക്കൂട്ട കൊലപാതകങ്ങളും എല്ലാം പെരുകുന്ന ഈ ദുനിയാവിനെ കുറിച്ചൊന്ന് വായിക്കണം. വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറ. അള്ളാഹ് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യം വെച്ചാൽ ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി. നിങ്ങളിൽ ഒരാൾ കടലിൽ ഒരു വിരൽ മുക്കിയെടുത്താൽ ആ വിരലിന്റെ അറ്റത്ത് കാണുന്നത് എന്തായിരിക്കും? ഒരു തുള്ളി വെള്ളം. അത്ര പോലും അള്ളാഹു ഈ ദുനിയാവിനെ വില കൊടുക്കുന്നില്ലെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദുനിയാവ് വേണ്ടാന്ന് വെക്കണ്ട. ദുനിയാവിൽ നിങ്ങൾ മനസ്സിന്റെ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. അതെന്താ? അസ്ലിഹു ദുനിയാക്കും, നിങ്ങൾ നിങ്ങളുടെ ദുനിയാവ് നന്നാക്കണം. ഇവിടെ നല്ലത് ചെയ്യണം, ഇവിടെ നന്നായി അധ്വാനിക്കണം, ഇവിടെ നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം, നന്നായി ദാനം ചെയ്യുന്നവരാകണം. പിശുക്കിന്റെ മനസ്സിൽ നിന്ന് മോചനം വേണം, കാപട്യത്തിന്റെ മനസ്സിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാവണം, അലസന്മാരുടെ അലസതയിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടാവണം, ഭീരുത്വത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം. ഇത് ദുനിയാവാണ്. അസ്ലിഹു ദുനിയാക്കും, നിങ്ങൾ ദുനിയാവിലെ ജീവിതം നന്നാക്കണം. വഅമലൂ ലി ആഖിറതികും, എന്നിട്ട് നാളത്തെ ലോകത്തേക്ക് പരലോകത്തേക്ക് വേണ്ടി നീ അധ്വാനിക്കാൻ തുടങ്ങണം. അതിന്റെ ലോകമാണ്. എങ്ങനെ അധ്വാനിക്കണം? കഅന്നകും തമൂതൂന ഗദാ, നാളെ പ്രഭാതത്തിൽ നീ മരിക്കുമെന്ന ബോധ്യത്തോടെ അധ്വാനിക്കണം. ഇപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത്? 30കാരൻ വിചാരിക്കുന്നത് കല്യാണം കഴിയണം, മക്കള്, വീട്, കൊട്ടാര സൗധങ്ങൾ, അതൊക്കെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നാളെ നീ ഉണ്ടാകില്ല എന്ന ധാരണയോടെ ഇന്ന് പ്രവർത്തിച്ചോ. അപ്പൊ നിസ്കാരത്തിനൊരു ആവേശം ഉണ്ടാവും. അപ്പൊ ജുമുഅക്ക് ബാങ്കിന്റെ മുമ്പേ നമ്മൾ എത്തും. വേറെ ഏത് ഓഫീസിലേക്കും ഏത് കാര്യാലയത്തിലേക്കും നാട്ടിലെ ദുനിയാവിന്റെ ഏത് കാര്യത്തിലും നേരത്തെ പോകുന്ന നമുക്ക് എന്താണ്? അള്ളാന്റെ പള്ളിയിലെ ജുമുഅക്ക് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നേരത്തെ എത്താൻ കഴിയാത്തത് നമ്മൾ ദുനിയാവിൽ അട്ടിക്കിടക്കുകയാണ്. വേറെ ഒന്നും നമുക്ക് ന്യായം പറയാനില്ല. നമുക്ക് ദുനിയാവായിരിക്കും പരാതി പറയാനുണ്ടാവുക. അള്ളാന്റെ റസൂല് പറയാണ്, നാളെ നീ മരിക്കുമെന്ന ബോധ്യത്തോടെ ഇന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നഷ്ടം. ദുനിയാവിൽ വീണുപോയി നഷ്ടം അനുഭവിക്കുന്നവനായി, പരലോകം കൈവിട്ടവനായി മാറരുത്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ വെള്ളമിറക്കണം, വിത്ത് കൊണ്ടുവരണം, ഇവിടെ നനച്ചു കൊടുക്കണം. അപ്പോഴേ പരലോകത്ത് കൊയ്തെടുക്കാൻ പറ്റൂ. ഇവിടെ പണിയെടുക്കാത്തവന് അവിടെ കിട്ടൂല. അതുകൊണ്ട് ആ മനുഷ്യന്മാർ മരിക്കാൻ സമയത്ത് റബ്ബേ കുറച്ച് സമയം തരുമെന്ന് ചോദിക്കണം. എന്താ അറിയോ? അവർക്ക് മനസ്സിലായി സമയത്തിന്റെ അധ്വാനത്തിന്റെ വില, ആയുസിന്റെ വില എന്താന്ന് മനസ്സിലാക്കും. ഇവിടെ 100-200 കൊല്ലം ജീവിച്ചോൻ മരിക്കുന്ന സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ സ്വയം പ്രഖ്യാപിക്കും, പ്രാർത്ഥിക്കും, പടച്ചോനെ എനിക്ക് വേറൊന്നും ലോകത്ത് വേണ്ട, സമയം തരുമോ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം നീട്ടി തന്നാൽ മതി. ഇപ്പൊ നമ്മൾ വില കൊടുക്കാത്ത ആയുസ്, വർഷങ്ങൾ, കൊല്ലങ്ങൾ മാറിപ്പോകുമ്പോഴും ഒന്നും ആലോചിക്കാതെ ചിന്തിക്കുന്ന മനുഷ്യൻ അവസാന സമയത്തിന് വേണ്ടി കെഞ്ചുന്ന നാള് വരാനുണ്ട്. ഈ ദുനിയാവിൽ നന്നായി വിഭവങ്ങൾ, ഒരു യാത്രക്കാരൻ യാത്രക്ക് വന്നതുപോലെ, യാത്രക്ക് പോകുന്നത് പോലെ യാത്രക്കുള്ള വിഭവങ്ങൾ നന്നായി ഇവിടെ ശേഖരിച്ചു വെക്കണം. നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ ലഗേജ് ഫുള്ളായി നിറഞ്ഞു കിടക്കണം കർമ്മങ്ങൾ കൊണ്ട്. തസവ്വദൂ, നന്നായി സാദ് ശേഖരിച്ചു തുടങ്ങിക്കോളൂ. ഫഇന്ന ഖൈറസ്സാദി തഖ്വാ വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ഇവിടെ പരലോകത്തേക്കുള്ള സാദ് തയ്യാറാക്കി വെച്ചോ. തഖ്വയുള്ളവരെ, ബുദ്ധിമാന്മാരെ, നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം മുതൽ ഏറ്റവും കാര്യമായി വേണ്ടത് തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള ജീവിതം. വേണ്ട, അരുതേ, പാടില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കാനുള്ള മനസ്സ്. ഇതിനാണ് തഖ്വ എന്ന് പറഞ്ഞത്. ഇതാണ് നാളെയൊക്കെ നമ്മൾ കൊണ്ടുപോകേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യ മുതലുകൾ ഈ നാട്ടിൽ ഇട്ടിട്ടാ പോണത്. കോടികളുടെ ആസ്തിയുള്ള മനുഷ്യൻ അതിന്റെ കണക്കും അതിന്റെ രേഖകളും ഒക്കെ ഇവിടെ മറ്റുള്ളവരുടെ കൈകളിലേക്ക് ഇത് മാറ്റപ്പെടുകയാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടേതല്ലാതായി മാറുകയാണ് ഇനി മുതൽ.
അതുകൊണ്ട് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, മനുഷ്യരിൽ ഈ ദുനിയാവിൽ വഞ്ചിക്കപ്പെട്ട് തിന്മകളിൽ അകപ്പെട്ടവൻ മദ്യത്തിൽ, ലഹരിയിൽ, കഞ്ചാവിൽ, പ്രണയത്തിൽ, അവിഹിതത്തിൽ, തോന്നിവാസത്തിൽ, വ്യഭിചാരത്തിൽ, പലിശയിൽ, കുടുംബ വഴക്കിൽ, അങ്ങാടി പോരുകളിൽ, രാഷ്ട്രീയ പോരുകളിൽ, അടികളിൽ, കൊലകളിൽ ഒരു മനുഷ്യൻ പെടാൻ 3 കാരണങ്ങളുണ്ട്. ഉസൂലുസ് സലാസ, ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഉസൂലുശ് ശർരി അസ്സലാസ, 3 കാര്യങ്ങളാണ് മനുഷ്യനിൽ തിന്മ സംഭവിക്കാനുള്ള കാരണങ്ങൾ. 1 അൽ ഹസദു, അസൂയ കൊണ്ടായിരിക്കും. ഇങ്ങനെ എടുത്തിങ്ങനെ വരച്ചാൽ നമുക്ക് പോകും. ഒന്നുകിൽ അവൻ ആ തിന്മ ചെയ്യാനുള്ള കാരണം അസൂയയാണ്. 2 വൽ ഹിർസ്, അത്യാഗ്രഹമാണ്. അവനേക്കാൾ ഉണ്ടാവണം, അതിനെ പോലെ ഉണ്ടാവണം, അവനെ കണ്ടില്ലേ അവനെ പോലെ ആകണമെന്ന അത്യാഗ്രഹം തുടങ്ങുമ്പോഴാണ് പലിശ, അതിൽ തുടങ്ങുമ്പോഴാണ് അവിഹിതങ്ങൾ. അത്യാഗ്രഹങ്ങളുടെ പുറത്താണ് ഒരുപാട് പാപങ്ങൾ കടന്നു വരുന്നത്. 3 ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം വന്നാൽ ഒരുപാട് പാപം ചെയ്യേണ്ടി വരും. ആഖിറാണ് ചിന്തിക്കണതെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ടി വരില്ല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് പ്രധാനമായ 3 കാരണങ്ങളാണെങ്കിൽ ഇനി ഈ സ്വഭാവമുള്ള ആളുകൾക്ക് ഇനി പറയുന്ന 6 കാര്യങ്ങൾ അതിൻ്റെ ചില്ലകളായി, ശാഖകളായി വരും. ഇതാണ് നമ്മളെ ബാധിക്കുന്ന 6 കാര്യം. ഈ 3 തിന്മകളിലേക്കുള്ള പ്രേരകങ്ങൾ ഒരാളിൽ വന്നാൽ ഇനി പറയാൻ പോകുന്ന 6 ചെറിയ ചെറിയ ശാഖകൾ അയാളിൽ മുളക്കാൻ തുടങ്ങും. 1 ഹുബ്ബുന്നൗം, ഉറക്കിനോടൊരു സ്നേഹം തോന്നി തുടങ്ങും. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും, ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. എവിടെയും ഇരുന്നുറങ്ങും, എപ്പോഴും ഉറങ്ങും. ഒന്ന് ഉറങ്ങണമെന്ന് മാത്രം ചിന്തിക്കും. ജോലി സ്ഥലത്ത് ഉറങ്ങിപ്പോവും. ജോലിക്ക് പോയിട്ട് ശമ്പളം മേടിക്കുന്ന ജോലി സ്ഥലത്ത് കിടന്നുറങ്ങും. ഉറങ്ങരുത് എന്ന് പറഞ്ഞ സമയത്ത് കിടന്നുറങ്ങും. ഉറക്കിനോട് അമിതമായ പ്രേമാനുരാഗം തുടങ്ങും. ഉറക്കിനെ സ്നേഹിക്കും അവൻ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അയാൾക്ക് എത്താൻ പറ്റാതെയാവും. കാരണം അവന്റെ സ്നേഹം ഉറക്കിനോടായി മാറും. 2 വയറ് നിറക്കണം എന്ന പ്രേമം തുടങ്ങും. മാറി മാറി ഹോട്ടലിൽ ചെക്ക് ചെയ്യുക. ഇരിട്ടിയിൽ കിട്ടിയില്ലെങ്കിൽ മട്ടന്നൂർ നോക്കുക, മട്ടന്നൂർ കിട്ടിയില്ലെങ്കിൽ ചക്കരക്കല്ല് നോക്കുക, ചക്കരക്കല്ല് കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ നോക്കുക. തീറ്റ എവിടെയാണോ പുതിയത് കിട്ടാന്ന് നോക്കി വെറൈറ്റികൾ തേടി, ആ വെറൈറ്റികൾ ടേസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ നിരാശനായി അതിനെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തീറ്റ മാത്രം മനസ്സിൽ സൂക്ഷിച്ച് അതിനു വേണ്ടി ആഴ്ചയിൽ പൈസ മാറ്റിവെക്കുന്നവരുണ്ട്. പിരിവിട്ട് കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് ഫുഡുകൾ തേടി മാത്രം മലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി മാത്രം കണ്ണൂർ ചക്കരക്കല്ലിൽ നിന്ന് വയനാട് പോണ മനുഷ്യന്മാരുണ്ട്. ഹുബ്ബു ശബഈ, വയറ് നിറക്കാനുള്ള പ്രേമം കൂടും. 3 വഹുബ്ബു റാഹത്തി, വിശ്രമിക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെ കൂടി വരും. ഒരു കാര്യത്തിനും മോനെ കിട്ടൂല. എന്താ ഈ വരാത്തത്? എനിക്ക് ഇങ്ങനെ കഴിയില്ല, വിശ്രമിക്കണം. ഒരു നല്ല പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പള്ളിയുടെയോ മദ്രസയുടെയോ ഒരു ചാരിറ്റിയുടെയോ ആവശ്യത്തിനൊരു 15 മിനിറ്റ് ഒരു മീറ്റിംഗ് നീണ്ടുപോയാൽ ആകെ കഷ്ടപ്പാടിലായി മാറും. വിശ്രമിക്കണം എന്ന ചിന്തയിൽ അവന് പ്രേമം കൂടും, അഥവാ അതിനോട് താല്പര്യം കൂടാൻ തുടങ്ങും. 4 വഹുബ്ബു റിയാസത്തി, നേതാവാകണമെന്ന് തോന്നി തുടങ്ങും. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ വരൂല, സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ പള്ളിക്കില്ല. നേതാവായി മൂപ്പരിങ്ങനെ വരുമ്പോ എണീറ്റ് നിന്ന് ഒരു വലിയ ക്യാപ്റ്റനായി, ലീഡറായി ഇങ്ങനെ തലകുനിച്ച് നെഞ്ചെടുപ്പോടെ ഇങ്ങനെ നിൽക്കും. അണികളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്ത് കൊണ്ടു നടക്കണം. അങ്ങനെ ഞാനൊരു വലിയ നേതാവാകണം എന്ന് മാത്രം ചിന്തിക്കുന്ന, എന്നെ നേതാവാക്കിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന കോലത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന അവസ്ഥ വരും. ഇതൊക്കെ ദുനിയാവിന്റെ ഇത്തരത്തിലുള്ള ഷർറുകൾക്കുള്ള കാരണം പറയാ. 5 വഹുബ്ബു സനാഇ, ഈ സൂക്കട് ബാധിച്ചു കഴിഞ്ഞാൽ, ദുനിയാവിനോടുള്ള ഹുബ്ബങ്ങ് കൂടിക്കഴിഞ്ഞാൽ പ്രശംസയോട് സ്നേഹം കൂടാൻ തുടങ്ങും. എന്നെല്ലാവരും പ്രശംസിക്കണം, ഞാൻ ചെയ്യുന്നതിനെങ്ങനെ ലൈക്ക് അടിക്കണം. അങ്ങനെ അവനിട്ട പോസ്റ്ററുകൾ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എത്ര ആള് ലൈക്ക് അടിച്ചു, അത് കിട്ടുമ്പോൾ അവനക്ക് അങ്ങനെ ആവേശം കയറും. അത് ലൈക്ക് അടിക്കാൻ വേണ്ടി ഏത് വേണ്ടാത്തതും അവൻ ചെയ്തുകൊണ്ടിരിക്കും.
അവൻക്കൊരു ഹബ്ബ് കിട്ടണം, അവൻക്കൊരു ലൈക്ക് കിട്ടണം വേണ്ടി, അതിനു വേണ്ടി സെനാഹ് കിട്ടാൻ വേണ്ടി, പ്രശംസ കിട്ടാൻ വേണ്ടി. അതാണ് ചില ആൾക്കാർ ദാനം ചെയ്യൂല. ദാനം ചെയ്യാത്ത ഈ മനുഷ്യന്റെ അടുത്ത് പോയിട്ട് മൂപ്പരെ പറ്റി 4 വാക്കണ്ട് പൊക്കി അടിച്ചാൽ മൂപ്പര പഴയ അക്കൗണ്ടിൽ നിന്ന് വരെ പൈസ എടുത്തു കൊടുക്കും. കാരണം എന്താ? മൂപ്പരൊന്ന് പൊക്കി വെച്ചാൽ പൈസ കിട്ടും. ഇത് സൂക്കട, മാരകമായ സൂക്കട. ഹുബ്ബുൽ റിആസതി വഹുബ്ബുസ് സനാഇ 6 വഹുബ്ബുൽ ഫഖ്രി. ഇത്തരം ആളുകൾക്ക് ദുനിയാവിൽ വേറൊരു സ്നേഹം കൂടി ഉണ്ടാകും. പൊങ്ങച്ചത്തിനോട് ഫഖർ ഉണ്ടാവും. അയാളുടെ വസ്ത്രം, അയാളുടെ കുടുംബം, അയാളുടെ മക്കൾ, അയാളുടെ ജോലി, ഇതിങ്ങനെ പൊക്കി 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 അതിങ്ങനെ പെരുമ നടിച്ച് പൊങ്ങച്ചം കാണിച്ചു കൊണ്ടിരിക്കും. ഈ സൂക്കടുകൾ സൂക്ഷിക്കാൻ, ഈ അപകടങ്ങളെ കാര്യമായി ഗൗരവത്തോടെ കാണാനാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹ് തന്ന നിഅമത്തുകളെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കിട്ടാത്തതിന്റെ പേരിൽ നിരാശയല്ല, കിട്ടിയതിനുള്ള ശുക്റാണ് നമുക്കുണ്ടാവേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, നബി തങ്ങൾ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു രേഖപ്പെടുത്തുകയാണ്. ഖാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്. ദുനിയാവിൽ 2 അനുഗ്രഹങ്ങൾ, ഭൂരിഭാഗം മനുഷ്യരും അശ്രദ്ധയിലായിരിക്കും. 10 ദിവസം കുട്ടികൾക്ക് 10 ഇപ്രാവശ്യം 13 ദിവസം അവധിക്കാലം കിട്ടി. ലാസ്റ്റ് അവധി കഴിഞ്ഞു പോയാൽ എന്താ നേടിയത്? ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും അതോട് കിട്ടിയോ എന്ന് പറയാൻ നമുക്ക് പറ്റി? എന്തെങ്കിലും ഉപകരിക്കുന്നത് നേടാൻ കഴിഞ്ഞോ? നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, അധിക പേരും വഞ്ചിതരാവുകയാണ്. അസ്സിഹതു, 1 ആരോഗ്യമാണ്, 2 വൽ ഫറാഗ്, ഒഴിവു സമയമാണ്. ഷെഡ്യൂൾ ചെയ്യണം. എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ അവധിക്കാലം നല്ല കാര്യങ്ങൾക്ക് ഉപകരിക്കണം. രോഗികളെ സന്ദർശിക്കണം, കുടുംബത്തോടൊപ്പം യാത്രകൾ ഉണ്ടാവണം, അവരുടെ കൂടെ പരമാവധി ഭക്ഷണം കഴിക്കാൻ, അവരോടൊപ്പം ഒത്തുചേരാനുള്ള സമയം കണ്ടെത്തണം. കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ഈ സമയങ്ങളിൽ, ഈ ഗ്യാപ്പുകളിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കണം. മക്കളുടെ പഠനത്തെക്കുറിച്ചുള്ള കൃത്യമായ അവലോകനങ്ങൾ നടത്തണം. അങ്ങനെ ആ ഒഴിവ് സമയം പോലും നാളേക്ക് ഉപകരിക്കണം. ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവവും നമ്മുടെ കയ്യിലുണ്ടാകാതിരിക്കാൻ, സ്വമേധയാ രോഗം ഏറ്റുവേടിക്കുന്ന ഒരു ദുശ്ശീലവും നമ്മിലേക്ക് വരാതിരിക്കാൻ അതീവ ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, ആലോചിച്ച് നോക്ക്. ഒരു വർഷം കഴിയുമ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി നടക്കുന്നവർ എത്ര പേരുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 2024 ഡിസംബർ 31 മാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ട്രെയിൻ കയറി നാട്ടിൽ ഇറങ്ങുന്ന സമയം രാത്രി 2 മണിക്കാണ്. 2 മണിക്ക് ട്രെയിൻ ഇറങ്ങുമ്പോൾ കാണുന്നത് ഒരു 25-ലധികം വരുന്ന ഒരു സംഘം ചെറുപ്പക്കാർ ആഘോഷിക്കാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. അവരുടെ പ്രായം 15, 16, 17 വയസ്സാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. ഈ പാതിരാത്രി 2 മണിക്ക് ഇവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് ബാപ്പയില്ലേ, ഉമ്മയില്ലേ? ഇവർക്ക് അരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ മഹല്ലില്ലേ, ഉസ്താദില്ലേ, പണ്ഡിതന്മാരില്ലേ? ഒരു നാട്ടിൽ ഇത്തരം ദുശ്ശീലം. അവരോട് ചോദിച്ചു, മക്കളെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് ടിക്കറ്റ് പോലും എടുക്കാതെ ഓടിച്ചാടി കയറുമ്പോൾ പറയാണ്, പോലീസിനെ കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുക. മുസ്ലിം കുട്ടികളാണ്. അവർ പറഞ്ഞു, ന്യൂ ഇയർ അല്ല സാറേ, ഒന്ന് പോയി നോക്കട്ടെ. ഈ ആഘോഷത്തിരയിൽ നിന്നാണ് ലഹരിക്ക് തുടക്കം കുറിക്കുന്നത്. ഈ ലഹരിയിൽ നിന്നാണ് പിന്നീട് പല മ്യൂസിക്കലിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക്, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക്, വേശ്യാലയങ്ങളിലേക്ക്, DJ ടീമുകളിലേക്ക് നമ്മുടെ കുട്ടി എത്തിപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്താ പഠിക്കാത്തത്? നിയന്ത്രിക്കേണ്ടിടത്ത് നിയന്ത്രിക്കാൻ. വാപ്പാക്കും ഉമ്മാക്കും അതിന് പറ്റിയില്ലെങ്കിൽ ഇന്ന് 3ാമതൊരാൾ നാട്ടിൽ നിയന്ത്രിക്കാനില്ല. ആരോഗ്യവും ഒഴിവു സമയവും ക്രമീകരിക്കുക. യുവാക്കളെ, ചെറുപ്പക്കാരെ, ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വാക്കുണ്ട്, ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. നബിയെ പറഞ്ഞു കൊടുക്ക്, ഈ ദുനിയാവെന്നത് ചെറിയ വിഭവമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും ആഘോഷിക്കാൻ ഇവിടെ ഒന്നുമില്ല. വൽആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. തഖ്വ പാലിച്ച് നല്ല ജീവിതം നയിക്കുന്നവർക്ക് പരലോകമാണ് ഉത്തമമായത്. വലാ തുദ്ലമൂന ഫതീല. അവിടെ ഒരാളോടും ഒരു തരിമ്പ് പോലും അല്ലാഹ് അനീതി കാണിക്കാത്തൊരു ലോകം വരാനുണ്ട്. കൃത്യമായ സ്പഷ്ടമായ പ്രതിഫലം തരുന്ന, ആവശ്യമായ ശിക്ഷാ നടപടികൾക്ക് കൃത്യമായ
കൃത്യമായ ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു ലോകം വരാനുണ്ട്. ദുനിയാവ് എന്ന് പറയുന്ന ഈ ലോകമുണ്ടല്ലോ, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനയുടെ വിഭവമാണ്. ഇതിൽ വീണു പോകരുത്. കരക്ക് കയറാൻ കഴിയില്ല. ചില തിന്മകളിൽ നിന്ന്, ചില പാപങ്ങളിൽ നിന്ന് ഊരിയെടുക്കാൻ കഴിയാത്ത വിധം സ്കൂൾ പ്രായം മുതൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും അതുപോലെ ടെൻഷനും ഒക്കെ ഒന്ന് വായിച്ചു നോക്ക്. തിന്മകളിൽ പെട്ടിട്ടു മാത്രം കുടുങ്ങിപ്പോയ എത്രയോ A+കാരുടെ ജീവിത കഥകൾ നമുക്ക് പറയാനുണ്ട്. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കണം, അവരുടെ സമയം ഉപയോഗപ്പെടുത്തണം. രാത്രികാലങ്ങളിൽ അവർ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന ഉറപ്പ് നൽകണം. സ്ട്രിക്റ്റായി പറയേണ്ടടുത്തത് പറയണം. നാളെ പരലോകത്ത് അള്ളാന്റെ കോടതിയിൽ ചോദ്യമുണ്ട്. അൻഷബാബിഹി, അവന്റെ യുവത്വത്തെ കുറിച്ച്, അതിനെക്കുറിച്ച് എവിടെ ചെലവാക്കി, എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട്. 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് 5 കാര്യം നന്നായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞപ്പോ അതിൽ ആദ്യം പറഞ്ഞത് ഹയാതക ഖബ്ല മൗതിക, മരിക്കണതിന്റെ മുമ്പ് ജീവിതം നന്നാക്കിക്കോ. പിന്നൊരു ചാൻസ് ഇല്ല. മരിക്കണതിന്റെ മുമ്പ് ജീവിതം നന്നാക്കിക്കോ. രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യം ഉപയോഗിച്ചോ. ഒഴിവു സമയങ്ങൾ തിരക്കാകണതിന്റെ മുമ്പ് ഉപയോഗിച്ചോ. വശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യൗവനം, യുവത്വം നന്നായി ഉപയോഗിച്ചോ. വഗിനാക ഖബ്ല ഫഖരിക, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ ഐശ്വര്യം നന്നായി ഉപയോഗിച്ചോ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമുക്കൊരു മതമുണ്ട്. നമ്മളെ മതം വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ വേറെ എങ്ങോട്ടേക്കാ പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബനിയ, പൊന്നു മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു ഒരു മതം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. വാപ്പാര് മക്കൾക്ക് ദീനാണ് പ്രാധാന്യത്തിൽ പഠിപ്പിച്ചു കൊടുത്തത്. ഇന്ന് നമ്മുടെ മക്കൾ ദീൻ എന്ന, ഇസ്ലാം എന്ന ദീനിനെ മാറ്റി അവരൊരു പുതിയ മതത്തിന്റെ കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലിബറൽ മതമാണ് അതിന്റെ പേര്. ആ മതത്തിൽ എന്തൊക്കെയുണ്ട്? എല്ലാം അവർക്ക് അനുവദനീയമാക്കപ്പെട്ടവർക്ക് മ്യൂസിക് ഉണ്ട്. പ്രിയപ്പെട്ട കാരണവന്മാർ പോലും ഇതിനകത്തുണ്ട്. വെഡിങ് ആനിവേഴ്സറി ഉണ്ട്, ബർത്ത്ഡേ ആഘോഷങ്ങളുണ്ട്. ആശംസിക്കാൻ പാടില്ലാത്തടത്ത് ആശംസ ഇട്ട് കൊടുക്കും. അവൻ വലിയ സൗഹാർദ്ദം കാണിക്കാനാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പിന്റെ അതിപ്രസരമുണ്ട്. എന്തിനേറെ പള്ള കാണലും അതുപോലെ തന്നെ മിഠായി കൊടുക്കലും കല്യാണ ആഘോഷങ്ങളും. മിഠായി കൊടുത്താൽ പോരാ, ബുർജ് ഖലീഫയാകണം, താജ്മഹലാവണം, കുതുബ് മിനാർ ആകണം. ലക്ഷങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പണം കൊഴുപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആഭാസങ്ങൾ പെരുകുകയാണ്. ആഘോഷങ്ങൾ വീട്ടിൽ ചെറുതുണ്ടായാൽ മതി. കുട്ടിയുടെ ചേലാകർമ്മം ചെയ്ത സുന്നത്ത് കല്യാണം വരെ പന്തലിട്ട് ആഘോഷിക്കുന്ന പുതിയ മുസ്ലിം തലമുറ. വേണ്ട, പെൺകുട്ടിക്ക് പ്രായപൂർത്തിയെത്തിയതിന്റെ കുളിക്കല്യാണം ആഘോഷിക്കാൻ തുടങ്ങി. കാസർഗോഡും കണ്ണൂരിലേക്കും അത് കടന്നു വരാൻ തുടങ്ങി. ഒന്നുമില്ല, എന്തും ചെയ്യും, എങ്ങനെയും ആഘോഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിതാക്കളെ, അള്ളാന്റെ ദീന് വിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും മുസീബത്തുകളിലേക്ക് ചെന്നുപെട്ടാൽ കരക്ക് കയറാൻ, നീന്തിക്കയറാൻ പറ്റാത്ത ആഴങ്ങളിലേക്കാണ് പോകുന്നത് എന്ന ആ വിനാശകരമായ, അപകടകരമായ അവസ്ഥയെ നമ്മൾ ഈ സമൂഹം ഒന്നടങ്കം തിരിച്ചറിയണം. ഒരുപക്ഷെ പക്വത കൊണ്ടും ബുദ്ധി കൊണ്ടും പ്രായം കൊണ്ടും നമ്മുടെ കുട്ടികൾക്കും യുവാക്കൾക്കും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാവരുത്, എല്ലാവരും അങ്ങനെയാകരുത്. എൻ്റെ സമുദായത്തിനെ ചപ്പുചണ്ടി കണക്കിന്, അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിനെ കഴുകന്മാർ വേട്ടയാടുന്ന പോലെ എൻ്റെ ഉമ്മത്തിനിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തിൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പും ദുനിയാവിനോടുള്ള പ്രേമവും വേട്ടയാടപ്പെട്ടാൽ എൻ്റെ ഉമ്മത്ത് നശിച്ചു എന്നാണ് അതിനർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശർറുകളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിച്ച് സ്വർഗത്തിൻ്റെ വാതായനങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന വിധത്തിൽ ഈ ദുനിയാവിനെ പരലോകത്തേക്ക് വേണ്ടി ഉപകരിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين
أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ ശിഷ്യന്മാരിൽ, സ്വഹാബികളിൽ ഒട്ടനേകം ശ്രേഷ്ഠത നിറഞ്ഞ സ്വഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള യാത്രക്കിടയിൽ കേട്ടൊരു സംഭവം പറയാണ്. ഞങ്ങളോട് നിബിതങ്ങൾ പറഞ്ഞു, ലാ തദ്ഉ അലാ അൻഫുസിക്കും, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കരുത്. ഞാനൊന്ന് നശിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ, അങ്ങനെ സ്വയം നശിക്കാൻ വേണ്ടി ഒരു കാരണവശാലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. അവർ നന്നാവൂല, അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവൂല, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല എന്ന നിങ്ങളുടെ ശാപസ്വരങ്ങൾ നിറഞ്ഞ വാക്കുകളും പ്രാർത്ഥനകളും നിങ്ങൾ നടത്തരുത്. വലാ തദ്ഉ അലാ ഖദമിക്കും, നിങ്ങളുടെ സേവകന്മാർക്ക്, ജോലിക്കാർക്ക് എതിരായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. ഈ ബിസിനസ് തുടങ്ങിയതുകൊണ്ടാണ് ഞാൻ ആകെ പെട്ടുപോയത് എന്ന് പറഞ്ഞിട്ട് അതിനെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത്. ലാ തുവാഫിഖു മിനല്ലാഹി സാഅത്തിൻ നൈലിൻ ഫീഹാ അതാഉൻ ഫയുസ്തജാബ ലക്കും, നിങ്ങളും ആ പ്രാർത്ഥനയും തമ്മിൽ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചില സമയങ്ങളുണ്ട്. അതിൽ അത് ഒത്തുവന്നാൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ ഈ പ്രാർത്ഥനകൾ ശരിക്ക് ഫലിക്കാൻ സാധ്യതയുണ്ട്. മറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും സമ്പത്തിനും അനുഗുണമായിട്ട് മാത്രമായിരിക്കണം. ഖുർആൻ ഇബാദുർ റഹ്മാനിന്റെ അടയാളം പറഞ്ഞു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഞങ്ങളുടെ ഇണകളിലൂടെ, ഞങ്ങളുടെ സന്താനങ്ങളിലൂടെ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. എല്ലാം വിട്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എന്നെയും എൻ്റെ സന്താനങ്ങളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ്. പോസിറ്റീവായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അവർക്കെതിരായിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. മക്കളുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ അവർ തിന്മകളെ നിസ്സാരമായി കാണുന്നവരാണ്. എന്ത് തെറ്റും അവർ ചെയ്താൽ നിങ്ങളോട് വന്ന് അവർ തെറ്റു പറയില്ല, സോറി പറയില്ല, ക്ഷമ ചോദിക്കില്ല. അവർ ന്യായീകരിച്ചു കൊണ്ടിരിക്കും. നമുക്ക് അനുഭവമുള്ളതാണ്. അവർ സമ്മതിക്കില്ല. മദ്യമുണ്ട്, ലഹരിയുണ്ട്, MDMA ഉണ്ട്, തല്ലുകളുണ്ട്, ലെസ്ബിയനിസമുണ്ട്, സ്വവർഗരതിയുണ്ട്, ബെസ്റ്റിയെന്നും ക്രഷിയെന്നും ഒക്കെ പറഞ്ഞ അവിഹിതങ്ങളായ പല ബന്ധങ്ങൾ പലതുമുണ്ട്. മതം പോലും പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല, തറവാടിത്തം പ്രശ്നമല്ല. ഓരോരുത്തരും പറ്റുന്നവരുടെ കൂടെ ഇറങ്ങി തിരിക്കുകയാണ്. ബന്ധങ്ങൾക്കൊരു വിലയും കാണിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ. നമ്മളൊക്കെ മക്കളെ കുറിച്ച് പറയാറുണ്ട്, വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിൽ അവർക്ക് നല്ല തർബിയത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പാര് ഉമ്മാര് കുട്ടികളോട് കൂട്ടുകാരനെ പോലെ പെരുമാറണം, പോലീസായി നടക്കരുത്. അവരെ തൊട്ട് തലോടിക്കൊണ്ട് ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് സംസാരിക്കുന്നവരാകണം. നല്ല ക്ഷമയോടെ അവരോട് പെരുമാറണം. നമ്മുടെ കുട്ടികൾക്ക് കിട്ടാത്ത ചിലതുണ്ട്, തിരിച്ചറിവ്, ദീന്, പക്വത, അനുസരണശീലം, ചില ദുശ്ശീലങ്ങളിൽ നിന്ന് മാറാനുള്ള ടെക്നിക്കുകൾ. ഇതവർക്ക് കിട്ടണം. എന്ന് കിട്ടും? എപ്പോൾ കിട്ടും? അത് കിട്ടേണ്ടുന്ന സമയപ്രായങ്ങളിൽ അവർക്ക് കൊടുക്കണം. അത് മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിന്റെ വിവിധങ്ങളായ സെന്ററുകളിൽ ഈ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ 1-2 ദിവസങ്ങൾ എടുത്തുകൊണ്ട് അവർക്ക് അൽവാൻ എന്ന പേരിൽ വിന്റർ ക്യാമ്പുകൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ നേതാക്കന്മാർ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിസരത്ത് ഏറ്റവും അടുത്ത് കൂടാളി സലഫി മസ്ജിദിൽ വെച്ചുകൊണ്ട് ജനുവരി 4-ാം തീയതി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഹൈസ്കൂൾ, +2, ഡിഗ്രി തലത്തിലുള്ള മുഴുവൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അവർക്ക് പരിഹരിക്കാൻ
പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾക്കുള്ള ചില നിർദ്ദേശങ്ങൾ, കുറേ ക്ലാസ്സുകളും വഅദുകളും ഒന്നുമല്ലാതെ ഒരു ക്യാമ്പ് നടത്തി അതിൽ ആക്ടിവിറ്റീസുകളിലൂടെ, സൗഹൃദങ്ങളിലൂടെ ചിട്ടയായ ഒരു ശീലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് ഓരോ രക്ഷിതാക്കളും. ഭാവിയിൽ അവരുടെ പേരിൽ കരയാതിരിക്കാൻ, വിലപിക്കാതിരിക്കാൻ തള്ളി പറഞ്ഞയക്കേണ്ടതാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിഷയത്തിൽ ആത്മാർത്ഥമായി നന്മയിൽ സഹകരിക്കുന്ന നല്ലവരായ മക്കളായി, നല്ലവരായ രക്ഷിതാക്കളായി, നല്ലൊരു കുടുംബമായി മാറാൻ നമ്മളെ ഓരോരുത്തരെയും അല്ലാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു വർഷം മാറി അടുത്ത വർഷത്തിന്റെ കലണ്ടറുകൾ വരുമ്പോൾ ആഘോഷിച്ച് ആഘോഷരാവുകൾ തിമിർത്ത് പറയുന്നതിന് പകരം നമ്മുടെ മരണത്തിന്റെ തീയതി കുറിക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന ബേജാറ്, പുതിയ കലണ്ടറിന്റെ തീയതിയിൽ എൻ്റെ മരണ തീയതി ഉണ്ടാകുമോ എന്ന ബേജാറിലായിരിക്കണം നമ്മുടെ ജീവിതം ഉണ്ടാകേണ്ടത് എന്ന ബോധമുണ്ടാവണം. ഈ രാത്രിയിൽ, ഈ ഡിസംബറിന്റെ 31 രാത്രിയിൽ എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമ്മളെങ്കിലും, വേറെ നാട്ടിലെ മുഴുവൻ ആളുകളെയും നമുക്ക് പരിശ്രമിക്കാൻ കഴിയില്ല. ഇവിടെ കൂടിയ ഞാൻ എന്നോടാണ് ആദ്യം പറയുന്നത്, പിന്നെയാണ് നിങ്ങളോട് പറയുന്നത്. ആ രാത്രി നമ്മുടെ കുട്ടി നമ്മുടെ കൂടെ ഉണ്ടാകണം, നഷ്ടപ്പെടാതിരിക്കാൻ, നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹു നമ്മുടെ മക്കൾക്ക് പക്വതയും വിവേകവും നല്ല ബോധവും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയിലൊക്കെ പലപ്പോഴായി ജമാഅത്ത് നമസ്കാരത്തിനും ജുമാക്കൊക്കെ വരികയും സ്നേഹത്തോടെ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്ന കുളംബസാറിൽ താമസിച്ചിരുന്ന നമ്മുടെ സുഹൃത്ത് ഉസ്മാൻ സാഹിബ് തൻ്റെ മക്കളോടൊപ്പം താമസിക്കുന്ന ഒമാനിൽ വെച്ചുകൊണ്ട് മരണം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജനാസ നാട്ടിൽ കൊണ്ടുവന്ന് മറവ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ക്ഷമയും പ്രതിഫലവും അള്ളാഹു നൽകുമാറാകട്ടെ. 2 ആദർശ സഹോദരങ്ങൾ അവരുടെ മാതാക്കളുടെ അസുഖവും ചികിത്സയുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വേഗത്തിൽ പൂർണ്ണമായ ശിഫ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സോറിയോസിസ് രോഗം ബാധിച്ച് അത് തണുപ്പടിക്കുന്ന സമയത്തുണ്ടാകുന്ന വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ദുആ കൊണ്ട് ആത്മാർത്ഥമായി ശിഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഈ വെള്ളിയാഴ്ച ദിവസത്തിലെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ ഒരു ഫലം കൊണ്ട് ഈ രോഗികൾക്കെല്ലാം നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. ഇന്ന് നമ്മുടെ പള്ളിയുടെ പരിപാലനത്തിൻ്റെ ഫണ്ടിന് വേണ്ടിയുള്ള ദിവസമാണ്. എല്ലാവരെയും ഓർമ്മപ്പെടുത്താറുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ നൽകുന്നതൊന്നും ചെറുതല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊല്ലം ജില്ലയിൽ നിന്ന് അവർ നമ്മുടെ പള്ളിയെ ലക്ഷ്യമാക്കി വെച്ചത് നമ്മളെ വിശാല മനസ്കത കൊണ്ട് തന്നെയാണ്. 20,000 മുകളിൽ സംഖ്യ ഒരൊറ്റ ദിവസം ഒരു ജുമഅയിൽ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമാണ് അവർ രേഖപ്പെടുത്തിയത്. അള്ളാഹു നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പള്ളികളോടുള്ള മഹബത്ത് സൂക്ഷിക്കുന്ന, അതിനുവേണ്ടി എന്തും നൽകാൻ ശ്രമിക്കുന്ന ഒരു വിശാലമായ ഈമാനികമായ ഉൾക്കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും പുറത്ത് മാപ്പ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണമേ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് നീ അതിൽ നിന്ന് മോചനം നൽകണമേ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരണമേ. ആളിക്കത്തുന്ന നരകത്തിൻ്റെ അദാബുകളിൽ നിന്ന് ഞങ്ങളെ എല്ലാം കാത്തി രക്ഷിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آمنا فاكتبنا مع الشاهدين. ربنا توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد والحمد لله رب العالمين.